കാട്ടൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും ചരിത്രപ്രസിദ്ധമായ തിരുവോണത്തോണി തിരുവോണമുളയ്ക്ക് പുറപ്പെട്ടു. തിരുവോണനാളിൽ ആറന്മുളയപ്പന് ഓണമുണ്ണാനുള്ള വിഭവങ്ങളുമായാണ് ശനിയാഴ്ച വൈകിട്ട് 6:15 മങ്ങാട്ട് അനൂപ് നാരായണ ഭട്ടതിരി തിരുവോണത്തോണിയിൽ ആറന്മുളയിലേക്ക് പുറപ്പെട്ടത്. ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും പകർന്ന ദീപത്തിനൊപ്പമാണ് കാട്ടൂരിലെ ക്ഷേത്രത്തിൽ നിന്നും ആറന്മുളയപ്പന് സദ്യയ്ക്കുള്ള വിഭവങ്ങളുമായി ഭട്ടതിരി തോണിയിൽ പുറപ്പെട്ടത്. പഴയകാലം മുതൽ കാട്ടൂക്കരയിൽ നിന്നും വിഭവങ്ങൾ എത്തിക്കേണ്ട അവകാശം മങ്ങാട്ടിലത്തെ അവകാശിയായ ഭട്ടതിരിപ്പാടിനാണ്. ഇപ്പോൾ ഈ ഇല്ലത്തിലെ അവകാശികളായ ഭട്ടതിരികൾ കോട്ടയം കുമാരനല്ലൂരിലെ മങ്ങാട്ടിലത്താണ് താമസിക്കുന്നത്. ആചാരപ്രകാരം പിന്മുറ അവകാശികൾ ഉത്രാട നാളിൽ കാട്ടൂർ ക്ഷേത്രത്തിലെത്തി ഭഗവാന് സദ്യവട്ടത്തിനുള്ള വിഭവങ്ങളുമായി ആറന്മുളയ്ക്ക് തിരിക്കും. ഇപ്പോഴും ഇത് കൃത്യനിഷ്ഠയോടെ അനുഷ്ഠിച്ചു പോരുന്നു. ഇളം തലമുറ അവകാശി അനൂപ് നാരായണൻ ഭട്ടതിരിപ്പാടാണ് ഈ വർഷം തോണിയിൽ പുറപ്പെട്ടത്. ഇദ്ദേഹം US ജോലി ചെയ്തു വരുന്നു. ഈ ആചാര അനുഷ്ഠാനത്തിനായി കഴിഞ്ഞ ആഴ്ചയിൽ നാട്ടിൽ എത്തിയതാണ്. ഇതിനുശേഷം ഉടൻ തന്നെ മടങ്ങിപ്പോകുമെന്നും അനൂപ് ഭട്ടതിരിപ്പാട് പറഞ്ഞു. ഇതിനായി 10 ദിവസത്തെ അവധിയെടുത്താണ് എത്തിയത്. ഭട്ടതിരിയുടെ പിതാവിൻ്റെ അനുജൻ ഭട്ടതിരിക്ക് ശേഷമാണ് കഴിഞ്ഞ വർഷം മുതൽ ഈ ചടങ്ങിൻ്റെ അവകാശം അനൂപ് ഭട്ടതിരി ഏറ്റുവാങ്ങിയത്. കുമാരനല്ലൂരിൽ നിന്ന് വ്യാഴാഴ്ച ഉച്ചയോടെ കുറുമ്പ് വള്ളത്തിൽ യാത്ര തുടങ്ങിയ ഭട്ടതിരി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ പമ്പാനദിയിൽ പുളിക്കീഴ് കടവിലെത്തി. അവിടെ നിന്ന് ഇങ്ങര മൂവിടത്ത് മനയിലെത്തി വിശ്രമിച്ച് ഉച്ചഭക്ഷണവും കഴിഞ്ഞ് 3 മണിയോടെ പുറപ്പെട്ടു. 7-ന് ചെങ്ങന്നൂരിലെത്തിയ ഭട്ടതിരി രാത്രി 10-ന് ആറന്മുളയിലെത്തി അവിടെ വിശ്രമിച്ച ശേഷം ഉത്രാടം പുലർച്ചെ കാട്ടൂരിൽ എത്തിയത്. വൈകിട്ട് 6:15 മണിക്ക് ശേഷമാണ് കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും ഓണഭോഗങ്ങളും കടാവിളക്കുമായി ആറന്മുളയ്ക്ക് തിരിച്ചത്. കാട്ടൂർ ക്ഷേത്രക്കടവിൽ നിന്നും പുറപ്പെടുന്ന തിരുവോണത്തോണിയെ അനുഗമിക്കാൻ കടപ്പറ, കാട്ടൂർ, കീക്കഴൂർ, ഇടപ്പാവൂർ, പേരൂർ, ചെറുകോൽ, കോറ്റാത്തൂർ, കൈതക്കോടി അടക്കം 8ഓളം പള്ളിയോടങ്ങളും ഉണ്ടായിരുന്നു. ഉത്രാടത്തിന് രാവിലെ മുതൽ ക്ഷേത്രത്തിൽ ഭക്തജന തിരക്കായിരുന്നു. വൈകുന്നേരം തിരുവോണത്തോണി പുറപ്പെടാൻ തുടങ്ങിയപ്പോഴേക്കും ക്ഷേത്രത്തിലും ക്ഷേത്രക്കടവിലും ആയിരക്കണക്കിന് ഭക്തർ വഴിപാട് സമർപ്പണത്തിന് എത്തിച്ചേർന്നു. കൂടാതെ അയ്യപ്പ സേവാ സമാജം രക്ഷാധികാരി കുമ്മനം രാജശേഖരൻ, റാന്നി MLA പ്രമോദ് നാരായണൻ, മുൻ MLA രാജു എബ്രഹാം, BJP സംസ്ഥാന കൗൺസിൽ അംഗം അനോജ് കുമാർ, അവിട്ടം ജലോത്സവ സമിതി കൺവീനർ രവി കുന്നേക്കാട്ട്, വിവിധ കരയിലെ പള്ളിയോട പ്രതികളും പങ്കെടുത്തു. വലിയൊരു നിയോഗമാണ്. കാരണവന്മാർ ചെയ്തു പോന്നിരുന്ന ചടങ്ങ് അതേ ആചാരപ്പെരുമയോടുകൂടി നമുക്കത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു നിയോഗം തന്നെയാണ്. അത് അങ്ങേയറ്റം സന്തോഷത്തോടു കൂടി അത് ഏറ്റെടുത്ത് ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ ഇവിടെ ഇല്ല, US അവിടുന്ന് ഇതിനു വേണ്ടി വന്നതാണ് ഒരാഴ്ച മുമ്പ്. നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്ത് കാര്യങ്ങളും. അപ്പം കുടുംബാംഗങ്ങളെല്ലാവരും തന്നെ ഓണത്തിനോടനുബന്ധിച്ച് മൂലത്തിനോടനുബന്ധിച്ച് ഇല്ലത്തെത്തുകയും ഇതിനകത്ത് പങ്കുപറ്റുകയും ചെയ്യും. നാളെ തിരുവോണത്തിൻ്റെ അന്ന് വെളുപ്പിന് ഇത് തോണി എടുക്കുന്ന കാണാനായിട്ടും ഇല്ലത്തുനിന്ന് മറ്റുള്ളവരെല്ലാവരും വരും. എല്ലാ ആചാരപ്പെരുമയോടുകൂടി തന്നെ ഈ ചടങ്ങ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു. സന്തോഷം.